ഗുഡ് മോർണിംഗ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള VHSE വിഭാഗത്തിലെ 2ാം വർഷ MFS കോഴ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം നമ്മൾ യൂണിറ്റ് 4-ൽ ടെക്നിക് ഓഫ് സെല്ലിംഗ് എന്ന പാഠഭാഗത്ത് സെല്ലിംഗ് പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചിരുന്നുവല്ലോ. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി റീറ്റെയിൽ സെല്ലിംഗ് പ്രോസസ്സ് എന്ന പാഠഭാഗമാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. Retail selling process. Retail selling process are the basic steps that a retail salesperson follows in making sale. ഒരു ഉൽപ്പന്നം വിൽപ്പന നടത്തുന്നതിനായി ഒരു റീറ്റെയിൽ വിൽപ്പനക്കാരൻ പാലിക്കേണ്ട അടിസ്ഥാന ഘട്ടങ്ങളാണ് റീറ്റെയിൽ സെല്ലിംഗ് പ്രോസസ് എന്നത്. These are the activities that a salesperson undertakes to execute a sales transaction from the start to end. വിൽപ്പനയുടെ വിവിധ ഘട്ടങ്ങൾ എന്തെന്നും നോക്കാം. They are 1. Pre-sale preparation, 2. Opening the sale, 3. Progressing the sale, 4. Sales presentation, 5. Objection handling, 6. Closing the sale, 7. Follow-up. പ്രീ-സെയിൽ പ്രിപ്പറേഷൻ. ഒരു റീറ്റെയിൽ കടയിൽ വിൽപ്പന ആരംഭിക്കുന്നതിന് മുൻപായി നടത്തേണ്ട തയ്യാറെടുപ്പുകളാണ് പ്രീ-സെയിൽ പ്രിപ്പറേഷൻ. ഇതിനെ പ്രധാനമായും 2ആയി തരംതിരിക്കാം. 1. പ്രിപ്പറേഷൻ ബൈ സെയിൽസ് പേഴ്സൺ, അതായത് വിൽപ്പനക്കാരൻ സ്വയം തയ്യാറാവുന്നത്. 2. പ്രിപ്പറേഷൻ ഓഫ് വർക്ക് പ്ലേസ്, ജോലിസ്ഥലം അഥവാ കടയെ തയ്യാറാക്കൽ. വിൽപ്പനക്കാരൻ്റെ തയ്യാറെടുപ്പിൽ 1. അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിശുചിത്വം, വേഷം, രൂപം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ വിൽപ്പനക്കാരന് മാർക്കറ്റിനെ കുറിച്ചുള്ള ധാരണ, ഉദാഹരണത്തിന് ട്രെൻഡ്, ഫാഷൻ, പുതിയ കടകൾ, മറ്റു കടകളുടെ പ്രത്യേകതകൾ. 3. നോളജ് അബൌട്ട് കസ്റ്റമർ, വ്യത്യസ്ത ഉപഭോക്താക്കളും ഉപഭോക്താക്കൾ ഉൽപ്പന്നം വാങ്ങുന്നതിൻ്റെ ഉദ്ദേശം മുതലായവ. പ്രിപ്പറേഷൻ ഓഫ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസ് തയ്യാറാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. ക്ലീൻലിനെസ്, കട ശുചിത്വം ഉള്ളതായിരിക്കണം. 2. നോളജ് അബൌട്ട് ഷോപ്പ്, കടയിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരിക്കണം. 3. നോളജ് അബൌട്ട് ഫ്ലോർ, ഓരോ ഫ്ലോറിലും ഉള്ള ഉൽപ്പന്നങ്ങളുടെ അറിവ്. 4. നോളജ് അബൌട്ട് സെക്ഷൻ, ഓരോ വിഭാഗത്തിലുമുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ധാരണ. 5. നോളജ് അബൌട്ട് ഇൻവെൻ്ററി, കടയിലെ സ്റ്റോക്കിനെ കുറിച്ചുള്ള ധാരണ. 6. സ്റ്റോക്ക് അറേഞ്ച്മെൻറ്റ്, സ്റ്റോക്കിൻ്റെ ക്രമീകരണം. 7. ഡിസ്പ്ലേ, പ്രദർശനം. പ്രീ-സെയിൽ പ്രിപ്പറേഷൻ ചെക്ക് ലിസ്റ്റ്. വിൽപ്പനക്കാരൻ വിൽപ്പനയ്ക്ക് കട തയ്യാറായി എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ: 1. കൗണ്ടറും സെക്ഷനും വൃത്തിയുള്ളതാണ്. 2. ഉൽപ്പന്നങ്ങളുടെ ക്രമീകരണങ്ങളോടെ തന്നെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. Instead of ordering online, is to choose their own fresh foods. This cabbage right here has a big number 3 on it for Wednesday, which means it arrived at the store today. And the same goes for this milk right here too. 3. ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ട്. 4. വിറ്റുപോയ ഉൽപ്പന്നങ്ങളുടെ സ്ഥാനത്ത് പുതിയ ഉൽപ്പന്നം വെച്ചിട്ടുണ്ട്.
bring it down. Then you want to put your ladder back so it doesn't take up too much space on the aisles. Okay, most boxes require you using your box cutter, so it's always good to have it in your pocket. This one here is September 2016. And check and see what you have on the shelf. This is June 2016. So this June one has to go in front of the September ones. So we're going to stock the September ones first. 5. ഉൽപ്പന്നങ്ങൾക്ക് ശ്രദ്ധ ലഭിക്കുന്ന രീതിയിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 6. ഉൽപ്പന്നങ്ങൾക്ക് പ്രൈസ് ടാഗ് ഉണ്ട്. 7. കടയിലെ നിലവിലുള്ള വിൽപ്പന ഓഫറുകളെക്കുറിച്ച് ധാരണയുണ്ട്. 8. എല്ലാ ഡിസ്പ്ലേ ലൈറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. 9. വിൽപ്പനക്കാരൻ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അറിവ് പുതുക്കിയിട്ടുണ്ട്. 10. ഉപഭോക്താക്കളുടെ കംഫർട്ടിനായുള്ള സൗകര്യങ്ങൾ, ഉദാഹരണത്തിന് ട്രയൽ റൂം, വാഷ്റൂം, ലിഫ്റ്റ്, എസ്കലേറ്റർ, ട്രോളി മുതലായവ ലഭ്യമാണ്. ഓപ്പണിംഗ് ദ സെയിൽ, വിൽപ്പന ആരംഭിക്കൽ. വിൽപ്പന പ്രക്രിയയുടെ തുടക്കം ഇവിടെയാണെന്ന് പറയാം. കടയിലേക്ക് വരുന്ന ഉപഭോക്താവിനെ സ്വീകരിക്കേണ്ടതും അവർ കടയിൽ കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുമുണ്ട്. അതിനായി അപ്രോച്ച് ആൻഡ് ഗ്രീറ്റ് ദ കസ്റ്റമർ, കടയിലേക്ക് കയറി വരുന്ന കസ്റ്റമറെ ഗ്രീറ്റ് ചെയ്യുക. പ്രോഗ്രസിംഗ് ദ സെയിൽ, വിൽപ്പന മുന്നോട്ട് പോകുക. ഈ ഘട്ടത്തിൽ 2 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. ഡിസ്കവറിംഗ് കസ്റ്റമേഴ്സ് നീഡ്, കസ്റ്റമറുടെ രൂപം, പെരുമാറ്റം, സംസാരം എന്നിവയിൽ നിന്നും ഉപഭോക്താവിൻ്റെ ശരിയായ ആവശ്യം മനസ്സിലാക്കാനാവണം. 2. നീഡ് അനാലിസിസ്, ഉപഭോക്താവിൻ്റെ ഉദ്ദേശലക്ഷ്യം, ഉദാഹരണം സുഖം, സൗകര്യം, അഭിമാനം, സമ്മാനം നൽകൽ, ഇതിലേതാണ് ഉൽപ്പന്നം വാങ്ങിക്കാനുണ്ടായ കാരണം എന്നും വിശകലനം ചെയ്യാനാവണം. സെയിൽസ് പ്രസൻറ്റേഷൻ, ഉപഭോക്താവിന് ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തുന്ന പ്രക്രിയയാണ് സെയിൽസ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ വേളയിൽ ഉൽപ്പന്നത്തെക്കുറിച്ചും ഉപഭോക്താവിനെക്കുറിച്ചുമുള്ള ധാരണ സെയിൽസ്മാന് ഉണ്ടായിരിക്കണം. സെയിൽസ് പ്രസൻറ്റേഷൻ ടിപ്സ്: റീഡ് കസ്റ്റമേഴ്സ് മൈൻഡ്, ഉപഭോക്താവിൻ്റെ മനസ്സ് വായിക്കാനാവണം. വിച്ച് പ്രോഡക്റ്റ് ബി ഷോൺ ഫസ്റ്റ്, ഏത് ഉൽപ്പന്നത്തെ കാണിച്ചു തുടങ്ങണം എന്ന് മനസ്സിലായിരിക്കണം. ലിങ്ക് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് വിത്ത് കസ്റ്റമർ നീഡ്, ഉൽപ്പന്നത്തെ ഉപഭോക്താവിൻ്റെ ആവശ്യമായി ബന്ധിപ്പിക്കണം. മേക്ക് ആൻ എൻട്രി പോയിന്റ് ഓഫ് പ്രൊഡക്റ്റ് പ്രസൻറ്റേഷൻ, ഉൽപ്പന്നം വാങ്ങുന്നതിലൂടെ ഉപഭോക്താവിനുണ്ടാകുന്ന മെച്ചങ്ങൾ എന്തെല്ലാമെന്ന് ധരിപ്പിക്കണം. കൺവേ വാല്യൂ ത്രൂ പ്രൊഡക്റ്റ് ഹാൻഡ്ലിംഗ്, സെയിൽസ്മാൻ ഉൽപ്പന്നം കൈകാര്യം ചെയ്യുന്ന രീതിയിലൂടെ ഉപഭോക്താവിന് ഉൽപ്പന്നത്തിൻ്റെ മൂല്യം മനസ്സിലാവണം. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്, തടസ്സം അഥവാ എതിർപ്പ് എന്നുള്ളത് വിൽപ്പന പ്രക്രിയയുടെ ഭാഗമാണ്. ഒരു ഉപഭോക്താവ് തടസ്സം ഉന്നയിക്കുന്നതിലൂടെ വിൽപ്പനക്കാരന് അവരെ ബോധ്യപ്പെടുത്താനുള്ള അവസരം ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ. വേസ് ഓഫ് ഓവർകമ്മിങ് ഒബ്ജക്ഷൻസ്, തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ. 1. ഫൈൻഡ് റീസൺ ഫോർ ഒബ്ജക്ഷൻ, ക്വാളിറ്റി, പ്രൈസ്, സർവീസ്, ഉദാഹരണം വില, ഗുണനിലവാരം, സേവനം, ഇതിലേതാണ്. Pre-objection handling procedures. Objections are inevitable in sales. Not every potential customer turns into a customer or eventually a loyal supporter of your business. You need to be prepared with appropriate questions, paperwork, and responses whenever you hear an objection. Now, the more experience you have, they just don't have enough money for it. Number 2, competition. Maybe there's someone out there with a better product or a better deal. Number 3, authority. Maybe they're not even the person that is going to make the decision. A factory worker does not make the decision to buy new equipment. Number 4, the product fit. Maybe the product doesn't even fit their needs. And at this point, you probably shouldn't be selling your product to them anyways. And number 5 is time. Maybe they're just not ready to make a decision. Responding to objection. Objection ഉന്നയിക്കുന്ന കസ്റ്റമറോട് സെയിൽസ്മാൻ പ്രതികരിക്കേണ്ട രീതികൾ. ലിസൺ കെയർഫുള്ളി, ശ്രദ്ധാപൂർവം കേൾക്കുക. ബി കാം, ശാന്തരായി ഇരിക്കുക. ഡോൺ ഇൻട്രപ്റ്റ്, കസ്റ്റമർ വിശദീകരിക്കുമ്പോൾ ഇടയ്ക്ക് തടസ്സപ്പെടുത്താതിരിക്കുക. റീസ്റ്റേറ്റ് ദ ഒബ്ജക്ഷൻ, കസ്റ്റമറുടെ എതിർപ്പ് എന്താണെന്ന് ഉറപ്പുവരുത്തുക. എംപത്തൈസ് വിത്ത് കസ്റ്റമർ,
പ്രശ്നത്തെ ഉപഭോക്താവിൻ്റെ ഭാഗത്തു നിന്നും വീക്ഷിക്കുക. സീക്ക് കസ്റ്റമേഴ്സ് എഗ്രിമെൻറ്റ് വിത്ത് യുവർ റെസ്പോൺസ്. സെയിൽസ്മാൻ്റെ പ്രതികരണത്തിലൂടെ കസ്റ്റമറെ സമ്മതിപ്പിക്കുവാൻ കഴിയും. When customers have an objection, there are multiple ways to handle the situation. Your first response is usually to get really angry, especially if you spend a lot of time and resources for what seems to be an empty promise for them. But before you get mad, take a really deep breath. Proper objection handling requires prior research, empathy, and a cool head. Take the following steps after you hit a roadblock with your customer and see more objections turn into solutions and eventually closed sales. In order to frame a purchase as an appropriate solution for your client, you need to listen to their needs. Let your client do most of the talking and calmly implore as to why they might have chosen to back out of the. 3. ഹാൻഡ്ലിംഗ് ഓഫ് ഒബ്ജക്ഷൻ. തടസ്സങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി. ഫൈൻഡ് ഔട്ട് വെദർ ദ ഒബ്ജക്ഷൻ ഈസ് ജെന്യുവൻ ഓർ മിയർ എക്സ്ക്യൂസ്. ആദ്യമായി എതിർപ്പ് സത്യസന്ധമാണോ അതോ വെറുമൊരു ഒഴിവാക്കലാണോ എന്ന് മനസ്സിലാക്കുക. എ ജെന്യുവൻ ഒബ്ജക്ഷൻ ക്യാൻ ഈസിലി ബി കൺവേർട്ടഡ് ഇൻ ടു സെയിൽ. ജെന്യുവൻ ഒബ്ജക്ഷനെ സെയിൽസ് ആക്കി മാറ്റാവുന്നതാണ്. It is the ability of salesman to convert even the excuse to genuine one. എക്സ്ക്യൂസുകളെ പോലും ജെനുവൻ ഒബ്ജക്ഷനാക്കി മാറ്റുവാൻ നല്ല സെയിൽസ്മാന് കഴിയും. തടസ്സങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ക്ലോസിംഗ് ദ സെയിൽ. Closing the sale is the most important part of the sale process. The whole effort will become waste if salesperson fail to perform well. വിൽപ്പന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് വിൽപ്പന ക്ലോസ് ചെയ്യുക എന്നത്. വിൽപ്പന ക്ലോസ് ചെയ്യാനായില്ലെങ്കിൽ മുഴുവൻ ശ്രമങ്ങളും വേസ്റ്റ് ആകും. വിൽപ്പന ക്ലോസ് ചെയ്യുന്ന പല രീതികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ ഓർത്തു നോക്കുക. ഫോളോ അപ്പ്. വിൽപ്പന കഴിഞ്ഞു എന്നു കരുതി ഇനി കസ്റ്റമറെ മറന്നു കളയാനാവില്ല. കസ്റ്റമറെ നിലനിർത്തുന്നതിനും പുതിയ കസ്റ്റമറെ ലഭിക്കുന്നതിനും കസ്റ്റമറെ പിന്തുടരേണ്ടതുണ്ട്. ഫോളോ അപ്പ് ചെയ്യുന്നതിനായി ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സേ താങ്ക്സ് ഓൺ പർച്ചേസ്. എൻഷുർ ഡെലിവറി ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ആസ്കിംഗ് പെർഫോമൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. റിമൈൻഡിംഗ് ഓഫ് സർവീസസ് ഇഫ് നീഡഡ്. ഉപഭോക്താവിന് നന്ദി പറയുക. ഉപഭോക്താവിന് ഉൽപ്പന്നത്തിൻ്റെ ഹോം ഡെലിവറി, ഇൻസ്റ്റലേഷൻ എന്നിവ ഉറപ്പാക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കസ്റ്റമറെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സംതൃപ്തി അറിയുക. കസ്റ്റമറിന് ആഫ്റ്റർ സെയിൽ സർവീസ് ഉറപ്പാക്കുക. ഉത്സവങ്ങൾ, പിറന്നാൾ മുതലായ അവസരങ്ങളിൽ ആശംസകൾ അർപ്പിക്കുക. മാധ്യമങ്ങളിലൂടെ കസ്റ്റമറിന് പുതിയ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുക. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി. കഴിഞ്ഞ തവണ നിങ്ങൾ ഡ്രസ്സ് വാങ്ങുവാനായി റീറ്റെയിൽ ഷോപ്പിൽ ചെന്നപ്പോൾ ഷോപ്പിങ്ങിനിടയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം ഓർത്തു നോക്കി സെല്ലിംഗ് പ്രോസസ്സുമായി ബന്ധിപ്പിച്ച് ഒരു ചെറിയ റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകന് സമർപ്പിക്കുക. നന്ദി, നമസ്കാരം.